നമസ്കാരം. അഡ്ലൈഡിൽ ബോർഡർ ഗവസ്കർ ട്രോഫി രണ്ടാം ടെസ്റ്റിനിടെ ഓസ്ട്രേലിയൻ ബാറ്റർ മാർനസ് ലബൂഷന് നേരെ ദേഷ്യത്തോടെ പന്തെറിഞ്ഞ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് സിറാജ്. ഈ ഒരു വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ചു, പലരും ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. ബൗൾ ചെയ്യുന്നതിനിടെ ഏതാണ്ട് ആക്ഷൻ പൂർത്തിയാക്കിയ സമയത്ത് പന്തെറിയുന്നത് നിർത്താൻ ലബൂഷൈൻ ആംഗ്യം കാണിച്ചതാണ് സിറാജിനെ ചൊടിപ്പിച്ചത്. ഇതോടെ ദേഷ്യത്തോടെ സിറാജ വിക്കറ്റിന് നേരെ പന്ത് വലിച്ചെറിയുകയായിരുന്നു. ലബൂഷൈൻ അല്പം മാറി നിന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദേഹത്തിൽ പന്ത് തട്ടിയില്ല. പന്ത് ദേഹത്തേക്കല്ല ഇറങ്ങിയതെങ്കിലും സിറാജിന്റെ ഈ ഒരു പ്രവൃത്തി ലബൂഷൈനെ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനിടെ വാഗ്തർക്കത്തിലേക്ക് തുടക്കമിട്ടതും സിറാജ് തന്നെയാണ്. പന്തെറിഞ്ഞതിന് പിന്നാലെ തന്നെ ലബൂഷൈന് നേരെ വാക്കേറ്റവുമായി രംഗത്തെത്തി. ഓസീസ് ഇന്നിംഗ്സിലെ 25-ാം ഓവറിലെ 4-ാം പന്തിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ബാറ്റർമാർക്ക് കൃത്യമായ കാഴ്ച ലഭിക്കുന്നതിന് സ്ഥാപിച്ച സൈഡ് സ്ക്രീനിന് മുന്നിലൂടെ ഒരാൾ പൈപ്പ് പോലെ തോന്നിക്കുന്ന നീളമേറിയ വസ്തുവുമായി ഓടിയപ്പോഴാണ് ലബൂഷൈൻ കളി നിർത്താൻ ആവശ്യപ്പെട്ടത്. ലബൂഷൈൻ പന്തെറിയുന്നത് നിർത്താൻ സിറാജിനോട് ആവശ്യപ്പെട്ടത്. അത് തീർത്തും ലബൂഷൈൻ്റെ ഭാഗത്താണ് ശരിയെന്നത് ഓർക്കേണ്ട കാര്യമാണ്. അത്രയും ശ്രദ്ധയോടെ കളിക്കുന്നതിനിടെ ബാറ്റർമാരുടെ ശ്രദ്ധ ഒരുപക്ഷെ മാറിയേക്കാം. പ്രത്യേകിച്ച് ഇത്തരം വസ്തുക്കളുമായി മുന്നിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞേക്കാം. അത് കാരണം വിലപ്പെട്ട വിക്കറ്റ് നഷ്ടപ്പെടാൻ ഒരു ബാറ്റർമാരും ശ്രമിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ സമയോചിതമായി ലബൂഷൈൻ അവിടെ ഇടപെട്ടത്. എന്നാൽ സിറാജിന് ഇതൊട്ടും ദഹിച്ചില്ല. സിറാജിന്റെ റണ്ണപ്പ് പൂർത്തിയായ ശേഷമായിരുന്നു ഇത് നടന്നത്. പന്ത് നേരിടാതെ ബാറ്റർ പിന്മാറിയത് എന്തിനെന്ന് സിറാജിനും വ്യക്തമായിരുന്നില്ല. അനിഷ്ടം പ്രകടിപ്പിച്ച സിറാജ് പന്ത് വിക്കറ്റിലേക്ക് എറിഞ്ഞതോടെ ലബൂഷൈൻ ആദ്യം ചിരിയോടെ നിന്നെങ്കിലും പിന്നീട് പ്രതികരിക്കുകയായിരുന്നു. ഇതോടെയാണ് ചെറിയ വാഗ്വാദം ഉണ്ടായത്. എന്തായാലും ഈ ഒരു സംഭവത്തെ തുടർന്ന് എല്ലാവരും സിറാജിന് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. അനാവശ്യമായ വാഗ്വാദം ഉണ്ടാക്കാൻ ശ്രമിച്ചത് സിറാജാണ്. അതുപോലെ തന്നെ ലബൂഷൈൻ മാന്യമായി പെരുമാറി എന്നൊക്കെയാണ് ഇന്ത്യൻ ആരാധകരടക്കം പറയുന്നത്. ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നത്. മത്സരത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 180 റൺസിന് പുറത്താവുകയായിരുന്നു. 42 റൺസ് എടുത്ത നിതീഷ് റെഡ്ഡിയാണ് ടോപ്പ് സ്കോറർ. KL രാഹുൽ 37 റൺസുമായി തിളങ്ങി. 31 റൺസുമായി ശുഭ്മാൻ ഗില്ലും 22 റൺസുമായി ആർ അശ്വിനും 21 റൺസുമായി ഋഷഭ് പന്തും എന്നിവരുമാണ് രണ്ടക്കം കടന്ന മറ്റ് ഇന്ത്യൻ ബാറ്റർമാർ. പിങ്ക് പന്ത് ഉപയോഗിച്ചുള്ള ഡേ നൈറ്റ് ടെസ്റ്റിൽ പേസർ മിച്ചൽ സ്റ്റാർക്കാണ് ഇന്ത്യയുടെ അന്തകനായത്. 14.1 ഓവറിൽ സ്റ്റാർക്ക് 6 വിക്കറ്റുകളാണ് കൊയ്തത്. ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ യശസ്വി ജയ്സ്വാളിനെ കിട്ടിയതോടെ നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു സ്റ്റാർക്ക് പന്തെറിഞ്ഞത്. പിന്നീട് KL രാഹുൽ, വിരാട് കോഹ്ലി, നിതീഷ് റെഡ്ഡി, അതുപോലെ തന്നെ അശ്വിൻ, ഹർഷിത് റാണ എന്നിവരാണ് സ്റ്റാർക്കിന്റെ മറ്റ് ഇരകൾ. പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇത് 4-ാം തവണയാണ് സ്റ്റാർക്കിന് 5 വിക്കറ്റ് നേട്ടം ലഭിക്കുന്നത്. ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ലോകത്തെ ആദ്യ ബൗളർ കൂടിയാണ് സ്റ്റാർക്ക്. പിങ്ക് ബോൾ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകളും സ്റ്റാർക്കിന്റെ പേരിൽ ഇതിനോടകം മാറിയിട്ടുണ്ട്.